സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മളും ഇതുപോലെ കേട്ടിരിക്കും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ KSEBയുടെ പിടിപ്പുകേട് ഓരോന്നോരോന്നായി നിരത്തുകയാണ്. ഒന്ന് കണ്ടു നോക്കൂ. ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായ കാലം തൊട്ടിട്ട് ഇന്ന് വരേക്കുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കാനല്ലാതെ ഈ KSEB കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു മാസം ഒരു 4 അംഗ കുടുംബം അടയ്ക്കുന്ന വൈദ്യുതി ചാർജും കേരളത്തിലെ ജനങ്ങൾ അടയ്ക്കുന്ന വൈദ്യുതി ചാർജും ഒന്നാണോ ശ്രീ സുരേഷ് കുമാർ? അല്ല. എന്നിട്ട് നിങ്ങൾ പറയുന്ന വർദ്ധിപ്പിക്കുന്ന എല്ലാവിധ സെസ്സും അതുമാതിരി തന്നെ എന്നാ പറയേണ്ടത്, നിങ്ങളിടുന്ന ഓമന പേരിട്ടുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുന്ന എല്ലാ ചാർജും ഞങ്ങൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി നൽകാൻ ബാധ്യസ്ഥരായവർ ഇത്തരത്തിലുള്ള സ്റ്റുപ്പിഡ് ആർഗ്യുമെന്റ്സ് പറയുന്നത് അങ്ങേയറ്റം കഷ്ടമാണ്. ഞാനിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ല. ആര്യാട് മുഹമ്മദ് ആയാലും ഉമ്മൻചാണ്ടി സർക്കാരായാലും ഇത്തരത്തിൽ 4 രൂപ 25 പൈസയ്ക്ക് ഒരു കരാർ ഒപ്പിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്തത്? എന്നിട്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി വൈദ്യുതി കിട്ടണമെങ്കിൽ 10 രൂപയ്ക്ക് മുകളിൽ നൽകണമെന്നുള്ള ബോധം വന്നപ്പോൾ ആ കരാർ പുതുക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയത് തന്നെ ആ കരാറിന്റെ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കരാറായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ? ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത്തരം ഒരു പ്രതിസന്ധി വരും എന്നുള്ളതിന് യാതൊരുവിധ മുൻഗണനയും നൽകിയിട്ട് കൊണ്ടിട്ടുള്ള മുൻകരുതൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തിട്ടില്ല എന്നല്ലേ ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ജനങ്ങളുടെ മാത്രം പരാതിയാണോ? ആ പരാതിയെ ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ശ്രീ ജയരാജ് പറയുമ്പോൾ, ജയരാജ് അങ്ങനെയല്ല ഇവിടെ ഹാഷ്മി പറഞ്ഞിട്ടുള്ളതും അതുമാതിരി തന്നെ എനിക്ക് പറയാനുള്ളതുമുണ്ട്. തുറന്നു പറയൂ. അരമണിക്കൂർ നേരം വൈദ്യുതി പവർ കട്ട് ഞങ്ങൾക്ക് നൽകാതിരിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട്, ഞങ്ങളുടെ ദീർഘവീക്ഷണ കുറവ് കൊണ്ട് ഞങ്ങൾക്ക് അരമണിക്കൂർ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നു. അത് ഇന്ന സമയങ്ങളിലാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് വലിയ ആശ്വാസമാണ്. നിങ്ങൾ യാതൊരുവിധ മുന്നറിയിപ്പ് നൽകാതെ കൈക്കുഞ്ഞുറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ വൈദ്യുതി അപ്രതീക്ഷിതമായി ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, താങ്കൾ കൈക്കുഞ്ഞുമായിട്ട് കാറിൽ കറങ്ങിയെന്ന് പറഞ്ഞു. 12 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. വൈദ്യുതി പവർ കട്ടും അല്ലെങ്കിൽ വൈദ്യുതി ഫെയിലിയറും ഇല്ലാത്ത ഒരു രാജ്യവുമില്ല, ഒരു നാടുമില്ല. പക്ഷെ ഇവിടെ അത് ഞങ്ങൾ അങ്ങനെയല്ല. 10 വർഷം ഇവിടെ പവർ കട്ടില്ലാത്ത 10 വർഷം ഞങ്ങൾ ഇത് സമ്മാനിച്ചു. ഈ 10 വർഷം കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ 4 ജലവൈദ്യുത പദ്ധതികൾക്ക് 190 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞാൽ, അവിടുത്തെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 290 കോടി രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാക്കത്തക്ക തോതിൽ അവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്ന് ഇരിക്കെ ആ 4 ജലവൈദ്യുത പദ്ധതികളുടെ അറ്റകുറ്റപ്പണിയെ തീർക്കാൻ വയ്യാത്ത നിങ്ങൾക്കാണോ ദീർഘവീക്ഷണമുണ്ട് എന്ന് ഞങ്ങൾ സമർത്ഥിക്കേണ്ടത്? ഇനി ഇവിടെ രാജു പി നായർ പറഞ്ഞ പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതി ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഉത്പാദനം ആ നിലയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതികൾ കർണാടകവും തമിഴ്നാടും പ്രോത്സാഹിപ്പിക്കുന്നതുമായി കേരളത്തിലെ KSEB പ്രോത്സാഹിപ്പിക്കുന്നില്ല. 48 ദിവസമായി എന്റെ വീട്ടിലെ ഈ പണി കഴിഞ്ഞിട്ട് ഈ പുരപ്പുറ സോളാർ പദ്ധതിക്ക് ഞാനിരുന്ന് ഈ സംസാരിക്കുന്ന വീട്ടിലെ അവിടെ ഒരു മീറ്റർ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട്, മീറ്റർ കൊണ്ടുവന്ന് വെച്ചാലേ അത് ഉപയോഗപ്രദമായിട്ട് ആ വൈദ്യുതി KSEBക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അതിനെന്താ മീറ്റർ ഇല്ല. എന്നും ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞങ്ങൾ 4 കുടുംബാംഗങ്ങൾ, ഇവിടെ 4 കുടുംബങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. 4 കുടുംബങ്ങൾ ചെല്ലുന്നുണ്ട്. ഇന്ന് പറയും എന്തെന്ന് മീറ്റർ ഇല്ല. മീറ്റർ വന്നു കഴിഞ്ഞാൽ പറയും അത് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇതാണോ നിങ്ങളുടെ പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കാൻ? കർണാടകത്തിലും തമിഴ്നാട്ടിലും കൃത്യമായിട്ട് 15 ദിവസത്തിനുള്ളിൽ വൈദ്യുതി കണക്ഷൻ കൊടുത്തിരിക്കണം പുതിയ മീറ്റർ വെച്ചിട്ട്. ഇത്തരത്തിലുള്ള മാത്രവുമല്ല ഇവിടെ നിങ്ങൾ ഹൊറസെന്റലായിട്ട്, അതായത് ടെറസിൽ അല്ലെങ്കിൽ പുരപ്പുറത്ത് മാത്രമേ അത് വെക്കാൻ സമ്മതിക്കുന്നുള്ളൂ. കർണാടകത്തിൽ ഈയിടെ ഞാൻ പോയപ്പോൾ അന്തം വിട്ടു. അവിടെ വെർട്ടിക്കൽ ചുമരുകളിൽ പോലും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ ജനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ ഇവിടെ ടെറസിൽ മാത്രമേ അത് പാടൂ. അത് നിങ്ങൾ പറയുന്നത് മാതിരി ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനെ നിങ്ങൾക്കൊരു മീറ്റർ വെച്ചുകൊണ്ട് ആ വൈദ്യുതി സ്വീകരിക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. 400 ട്രാൻസ്ഫോർമറുകൾ കേരളത്തിലെ മാറ്റിവെക്കണമെന്ന് 2023 എനിക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി കിട്ടിയിട്ടുണ്ട്. 1198 ട്രാൻസ്ഫോർമറുകൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നും ആ മറുപടിയിൽ ഉണ്ടായിരുന്നു. നാളിതുവരെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എന്താ പുരപ്പുറ സോളാർ വൈദ്യുത പദ്ധതിയുടെ ഉത്പാദിപ്പിക്കുന്ന കറണ്ട് സ്വീകരിക്കാൻ ഇവിടുത്തെ ട്രാൻസ്ഫോർമറുകൾക്കാകുന്നില്ല.